ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ പ്രബോധനം, അവരെ ഓർത്താൽ മാത്രം പോരാ, അവരുടെ ജീവിത അവസാനം കണ്ട് പഠിച്ച് അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക. ഈ രണ്ട് അതിശക്തമായ പ്രബോധനങ്ങളാണ് എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധ്യമാകുന്നത്. ഇന്നത്തെ ചിന്ത പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയെ കുറിച്ചാണ്. ഇവനെ നിങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു, ഇവൻ നിങ്ങൾക്ക് ഒരു നിധിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യ ശ്ലോകനായ ഏലിയാസ് മാർ യൂലിയോസ് ബാവായുടെ കൽപ്പനയോടെ 1959 സെപ്റ്റംബർ 9 ദിവ്യശ്രീ പറപ്പള്ളിൽ ഗീവർഗീസ് അച്ഛൻ പെരുമ്പള്ളി സെന്റ് ജോർജ് സിംഹാസനപ്പള്ളിയുടെ വികാരിയായി നിയമിതനായി. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ 1959 സെപ്റ്റംബർ 9 പെരുമ്പള്ളി സെന്റ് ജോർജ് സിംഹാസനപ്പള്ളിയുടെ വികാരിയായി നിയമിതനായി വൈദിക ശുശ്രൂഷ ആരംഭിക്കുന്ന ആ കാലയളവിൽ എൻ്റെ പ്രായം കേവലം 8 വയസ്സ് മാത്രമാണ്. അന്നത്തെ പെരുമ്പള്ളി പള്ളി എന്ന് പറയുന്നത് വാതിലുകൾ ഇല്ലാത്ത ഒരു പഴയകാല പള്ളി. മുൻവശത്ത് ചാക്ക് ശീല കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു പള്ളി. അപ്പോൾ ചാക്ക് ശീല കൊണ്ട് മറച്ചിരുന്ന പെരുമ്പള്ളി പള്ളിയുടെ വളർച്ച തലമുറകൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിവരിക്കേണ്ടതില്ല. അപ്പോൾ ജനസാഗരങ്ങൾക്ക് അഭയ കേന്ദ്രമായി മാറുന്ന പെരുമ്പള്ളിപ്പള്ളിയെയാണ് പിന്നീട് യാക്കോബായ സഭ അല്ലെങ്കിൽ മലങ്കര സഭ ദർശിച്ചത്. ജനസാഗരങ്ങൾക്ക് അഭയ കേന്ദ്രമായിരുന്ന പെരുമ്പള്ളിപ്പള്ളിയിൽ ആരംഭിച്ച ആത്മീയമായ ശുശ്രൂഷകളിലൂടെ 1974 പറപ്പള്ളിൽ ദിവ്യശ്രീ ഗീവർഗീസ് അച്ഛനെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും മെത്രാപ്പോലിത്തയായി വിളിച്ച് വേർതിരിച്ച് ഉയർത്തി നിയമിച്ചു. മെത്രാപ്പോലിത്ത ആയതിനു ശേഷം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പുണ്യ പിതാവ് നിർവഹിച്ചു. അതിനോടൊപ്പം തന്നെ മലങ്കര സഭയുടെ, പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനതകളില്ലാത്ത നിലയിലാണ് പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി പള്ളികൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ഭരണകാലം, പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ജീവിതകാലം യാക്കോബായ സഭയുടെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് സംശയം കൂടാതെ പറയുവാൻ കഴിയും. ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് എനിക്ക് എല്ലാ പട്ടവും നൽകി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചതും ഉയർത്തിയതും അനുഗ്രഹിച്ചതും പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയായിരുന്നു. കേവലം 8 വയസ്സ് പ്രായമുള്ള ആ കാലം മുതൽ ദിവ്യശ്രീ പറപ്പള്ളിൽ ഗീവർഗീസ് അച്ഛനെ അടുത്തറിയുവാനും
കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നു എന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ യാക്കോബായ സഭയിലെ ഒരു വൈദികനായിരുന്നത് കൊണ്ട് അപ്പച്ചനുമായി ഗീവർഗീസ് അച്ഛന് ഉണ്ടായിരുന്ന ആത്മബന്ധം നിർവചിക്കുവാൻ വാക്കുകൾ മലയാള ഭാഷയിൽ ലഭിക്കുക പ്രയാസമാണെന്ന് ഈ അവസരത്തിൽ ഓർത്ത് എടുക്കുകയാണ്. പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുവേനിയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത്. ആരായിരുന്നു ആ പുണ്യപ്പെട്ട തിരുമേനി? സത്യവേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്. ഇയ്യോബിനെ കുറിച്ച്, ഇയ്യോബിൻ്റെ മേന്മകളെക്കുറിച്ച് 4 ശ്രേഷ്ഠതകളാണ് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. 1, ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. 2, ഇയ്യോബ് നീതിമാനായിരുന്നു. 3, ഇയ്യോബ് ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. 4, ഇയ്യോബ് തിന്മ വിട്ട് അകന്ന് ജീവിച്ചവനായിരുന്നു. പെരുമ്പള്ളി തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യവേദപുസ്തകത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം തിരുമേനിയുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരുന്നു. മലങ്കര സഭ ദർശിച്ച, പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭ ദർശിച്ച ഏറ്റവും നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദൈവഭക്തിയോടുകൂടി ജീവിച്ച, ദോഷം വിട്ടകന്ന് ജീവിച്ചവനായിരുന്നു പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുവേനി. ഇപ്പം മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ വിളിച്ച് ഉയർത്തപ്പെട്ട മഹാപുരോഹിതനായിരുന്നു പെരുമ്പള്ളി തിരുമേനി. പെരുമ്പള്ളി തിരുമേനി എന്നറിയപ്പെടുവാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഈ തിരുമേനി അനാഥരുടെ, ആലംബഹീനരുടെ പ്രിയപ്പെട്ട തോഴനായി വിരാജിച്ച് പാവങ്ങളുടെ നല്ല ഇടയനായി ജീവിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദകരമായ നിലയിൽ അന്ത്യം വരെ ജീവിച്ച പുണ്യവാനായിരുന്നു പെരുമ്പള്ളി തിരുമേനി. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള, വിശുദ്ധനായ ഗീവർഗീസ് സഹദായോടുള്ള ഭയഭക്തി, ആദരവുകൾ പ്രശസ്തമാണ്. ഗീവർഗീസ് സഹദായെക്കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ പെരുമ്പള്ളി തിരുമേനിക്ക് 100 നാവുകളായിരുന്നു. ഗീവർഗീസ് സഹദായെക്കുറിച്ച് പെരുമ്പള്ളി തിരുമേനി പറഞ്ഞിരുന്നത് തലമുറകൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കുതിരമേൽ വാഹനമേറുന്നവനും ക്ഷിപ്ര കോപിയും ശീത മാനസനുമായിരിക്കുന്ന മോർ ഗീവർഗീസ് സഹദ. ദൈവ മാതാവിൻ്റെ പേര് പറയുമ്പോൾ പെരുമ്പള്ളി തിരുമേനി പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: തമ്പുരാനെ പെറ്റ അമ്മ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭയഭക്തി, ആദരവുകൾ ജീവിതത്തിൽ ഒരു തപസ്സായി സ്വീകരിച്ച് അനേകം മാതൃഗീതികൾ സമ്മാനിച്ച് ക്രൈസ്തവ സാഹിത്യ ലോകത്തിന് അവിസ്മരണീയ സംഭാവനകൾ നൽകിയ ഭക്ത കവി കൂടിയായിരുന്നു പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി. പെരുമ്പള്ളി തിരുമേനി പരിശുദ്ധാത്മാവിനാൽ അനുഷ്ഠിച്ചിരുന്ന സ്വർഗീയ ആരാധനകളിലൂടെ വിശ്വാസി ഹൃദയങ്ങളെ ഭക്തിസാന്ദ്രമായ അനുഭൂതിയിലേക്ക് ഉയർത്തിയിരുന്ന ഒരു പുണ്യ പുരുഷനായിരുന്നു പെരുമ്പള്ളി തിരുമേനി. ആ പെരുമ്പള്ളി തിരുമേനിയുടെ 26ാമത് പരിപാവനമായ ഓർമ്മ ഈ മാസം 22-ാം തീയതി പെരുമ്പള്ളി പള്ളിയിലും
യാക്കോബായ സുറിയാനി സഭയിലും ആചരിക്കുമ്പോൾ അഭിവന്യ തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവവചനം പ്രസംഗിച്ച് നമ്മെ നടത്തിയ പുണ്യ ശ്ലോകനായ തിരുമേനിയായിരുന്നു പെരുമ്പള്ളി തിരുമേനി. പെരുമ്പള്ളി തിരുമേനിയുടെ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരുന്നു, പ്രാണവായുവായിരുന്നു പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തി. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ഇന്ന് കാണുന്ന യാക്കോബായ സഭയെ വളർത്തി വലുതാക്കുവാൻ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി അഹോരാത്രം അവിരാമം ശ്രമിച്ചിരുന്നു എന്നത് അവിസ്മരണീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തലമുറകൾ മാറി വന്നാലും ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ഓർമ്മ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ തളം കെട്ടി നിൽക്കും. കാരണം പ്രൗഢഗംഭീരമായ ശബ്ദം, അതിലെല്ലാം ഉപരി ആശയ ഗാംഭീര്യത്വമുള്ള പ്രഭാഷണങ്ങൾ, സർവോപരി മനുഷ്യ മനസ്സിനെ അനുതാപത്തിലേക്ക് നയിക്കുന്ന സ്വർഗീയ ആരാധന, ഇതെല്ലാം പെരുമ്പള്ളി തിരുമേനിക്ക് മാത്രം ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ സിദ്ധിച്ചിരുന്ന അനുഗ്രഹങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ 26-ാമത്തെ ഓർമ്മ നിർവഹിക്കുന്ന ഈ കാലയളവിൽ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ പ്രാർത്ഥന, മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെരുമ്പള്ളി തിരുമേനി രചിച്ച ഭൂസ്വർഗം പേറുന്നവനെ എന്ന് ദൈവമാതാവിനോടുള്ള ആ ഗീതം, അതോടൊപ്പം തന്നെ സർവേശ്വര വചനമെന്ന മഹത്തായ ഗീതം, ഇതെല്ലാം മനുഷ്യ മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ മായാതെ എല്ലാ കാലവും നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ പാവനമായ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.